നമസ്കാരം. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് മാസ്റ്റർ കീ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ. എൻ്റെ അധ്യാപക സുഹൃത്തുക്കളോട് ഞാൻ ആദ്യമേ പറയുന്നു, നിങ്ങൾ HSC സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. ഏറ്റവും മുന്നിലത്തെ റാങ്കിൽ തന്നെ നിങ്ങൾക്ക് എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഒരു ഒഴുക്ക് മട്ടില് പോയിട്ട് കാര്യമില്ല. വളരെ വ്യക്തമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി നിങ്ങളുടെ മനസ്സിൽ എനിക്കിത് വേണമെന്നുള്ള ത്വരയോടുകൂടി മുന്നോട്ട് പോയാലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം അതിനുവേണ്ടി നിങ്ങളെ ഓരോ പടിയും കയറ്റി വിടാൻ വേണ്ടി ഇവിടെ മാസ്റ്റർ കീ അക്കാഡമിയിൽ ക്ലാസ്സുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ സ്റ്റഡി പ്ലാനോടുകൂടി തന്നെ ബേസ് ചെയ്ത് കണ്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് ലൈവ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ വലിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയമൊന്നും ഞാൻ കളയുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മുൻകാലങ്ങളിലുള്ള സിലബസ് നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, മൊഡ്യൂൾ 8 ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മൊഡ്യൂൾ 8 ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി എന്ന് പറയുമ്പോൾ അവിടെ വേൾഡ്, ഇന്ത്യ, കേരള എന്നിങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വേൾഡ് പോപ്പുലേഷൻ, അതുപോലെ തന്നെ മൈഗ്രേഷൻ, സെറ്റിൽമെന്റ്, റൂറൽ അർബൻ, ക്ലൈമറ്റിക് ചേഞ്ച് ഓഫ് ദ വേൾഡ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്യുന്ന ഒരു സിലബസ് കൂടിയാണ് മൊഡ്യൂൾ 8 എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയും മൊഡ്യൂൾ 8 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ ഡ്രൈനേജ്, ക്ലൈമറ്റ്, സോയില് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒപ്പം തന്നെ കേരള ജോഗ്രഫിയും കുറിച്ച് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പഠിക്കാനുണ്ട്. ആദ്യം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നാണ്. ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരുന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏത് വൻകരയിലാണ് എന്നൊരു ചോദ്യം നമ്മൾ ബേസിക് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്താറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യൻ വൻകരയുടെ സൗത്ത് സെന്റർ ആയിട്ട് തെക്ക് മധ്യഭാഗത്തായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? നമ്മുടെ ഇന്ത്യയെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇന്ത്യ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഒരു ഉപഭൂഖണ്ഡമായിട്ടാണ് നമ്മൾ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത്. എന്താപ്പാ ഈ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്? അവിടെ മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉപഭൂഖണ്ഡത്തിന്റെ ഡെഫിനിഷനൊക്കെ നിർവചനമൊക്കെ തന്നെ വ്യക്തമാക്കി പറയുന്നുമുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന ഏഷ്യൻ വൻകരയുടെ ഇന്ത്യയുടെ സ്ഥാനത്തെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് മുകളിലായിട്ട് വടക്കായിട്ട് ഉത്തരാർദ്ധഗോളത്തിലായിട്ടാണ് നമുക്ക് ഇന്ത്യയെ കാണാൻ കഴിയുന്നത്, അല്ലെ? അപ്പം ഈ പറയുന്ന ഭൂമിയെ 2 തുല്യ അർത്ഥഭാഗമായിട്ട് വിഭജിക്കുന്നത് ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ്. അത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയ്ക്ക് വടക്കായിട്ടാണ് നമ്മുടെ ഇന്ത്യയെ അല്ലെങ്കിൽ ഏഷ്യൻ വൻകരയെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഏകദേശം 250 ദശലക്ഷം വർഷങ്ങൾക്ക് ബാക്കിലോട്ടൊരു ചരിത്രം കൂടി നമുക്ക് ഇവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഇന്ന് മാപ്പ് എടുത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്ലോബ് എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട 7 വൻകരകളാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. 7 പ്രധാനപ്പെട്ട വൻകരകളും അവയെ ചേർന്ന് നിൽക്കുന്ന ചെറിയ ചെറിയ ഫലകങ്ങളും, ചെറിയ ഫലകം മീൻസ് ചെറിയ വൻകരകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ 250 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ബൃഹത് വൻകരകളെല്ലാം തന്നെ കൂടിച്ചേർന്ന് ഒരൊറ്റ വൻകര മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ വൻകരയാണ് പാൻജിയ. പാൻജിയെ മദർ കോണ്ടിനെന്റ്, മാതൃഭൂഖണ്ഡം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. പാൻജിയ എന്നറിയപ്പെടുന്ന മാതൃഭൂഖണ്ഡത്തെ ചുറ്റിക്കൊണ്ട് ഒരൊറ്റ സമുദ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമുദ്രമാണ് ഏത്? പന്തലാസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ന് നമുക്ക് 5 പ്രധാനപ്പെട്ട ഓഷ്യൻസിനെ കുറിച്ചാണ്, സമുദ്രത്തെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അന്ന് നമുക്ക് ഒരൊറ്റ സമുദ്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതേതാണ്? പന്തലാസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ
പിന്നീട് 250 ദശലക്ഷം വർഷങ്ങളിലേക്ക് എത്തുമ്പോൾ 250 ആ ഒരു റേഞ്ച് 200 ദശലക്ഷം വർഷങ്ങളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ പാൻജിയ എന്ന് പറയുന്ന ബൃഹത് വൻകര പതുക്കെ പതുക്കെ പൊട്ടി അടർന്നു മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുട്ടത്തോട് പൊട്ടുന്നത് പോലെ പൊട്ടി അടർന്നു മാറുന്ന കാഴ്ച. ശരിക്കും ആദ്യം പാൻജിയ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, രണ്ടായിട്ട് ക്രാക്ക് വീണ് അല്ലെങ്കിൽ പൊട്ടിപ്പിളരുന്ന കാഴ്ചയാണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പാൻജിയ പൊട്ടിപ്പിളരാൻ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് ഇന്റീരിയർ ഓഫ് എർത്തിന്റെ സ്ട്രക്ചർ, എർത്തിന്റെ ഘടന, ഭൂമിയുടെ ഘടനയെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഒരു ടോപ്പിക് ഉണ്ട്. അത് മൊഡ്യൂൾ 7-ലാണ്. അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു തിയറി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന, നമ്മൾ ചവിട്ടി നിൽക്കുന്ന, നമ്മൾ വീടൊക്കെ വെച്ച് താമസിക്കുന്ന ഭൂമിയുടെ ഏറ്റവും പുറം ഭാഗത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏത് പേരിലാണ്? ഭൂവൽക്കം എന്നാണ് നമ്മൾ ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ ഭൂവൽക്കം എന്ന് പറയുന്നത് ഖര അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂവൽക്കത്തിന്റെ കനം എന്ന് പറയുന്നത്, അതായത് വ്യാപ്തി, ആഴം എന്ന് പറയുന്നത് ഏകദേശം 100 കിലോമീറ്റർ വരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് എല്ലായിടത്തും ഒരുപോലെയല്ല വരുന്നത്. സമുദ്രത്തറ എടുക്കുമ്പോൾ അവിടെ വ്യത്യാസം വരുന്നുണ്ട്, വൻകര തറ എടുക്കുമ്പോൾ, മൗണ്ടെയിൻസ് എടുക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ തന്നെ നമ്മൾ അവിടെ മൊഡ്യൂൾ 7 ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഭൂവൽക്കം എന്ന് പറയുന്ന ഭൂമിയുടെ ഉപരിഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഖരാവസ്ഥയിലുള്ള ഭൂവൽക്കത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, നമ്മളൊക്കെ വീട് വെച്ച് അധിവസിക്കുന്ന കരഭാഗം, വൻകര തറയായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു ഭാഗം. ഒപ്പം തന്നെ നമുക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്? സമുദ്ര തറയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വൻകര തറയും സമുദ്ര തറയും ചേർന്നതാണ് ഭൂവൽക്കം. അപ്പൊ ഭൂവൽക്കം കരാവസ്ഥയിലാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? എടാ, സമുദ്രത്തിന്റെ വെള്ളമല്ല ഞാൻ പറഞ്ഞത്, സമുദ്ര തറ എന്നാണ് പറഞ്ഞത്. സമുദ്രത്തിന്റെ വെള്ളം വറ്റിച്ച് കളഞ്ഞാൽ ഏറ്റവും അതിന്റെ അടിയിലായിട്ട് നമുക്ക് ഭൂമിയുടെ ഉപരിഭാഗത്ത് കാണുന്നത് പോലെ തന്നെ ശിലകൾ, പാറകളും ഒക്കെ തന്നെ എന്തവസ്ഥയിലായിരിക്കും? ഖര അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ ഭൂവൽക്കം എന്ന് പറയുന്നത് സിലിക്കണും അലൂമിനിയവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട വൻകര തറയും സിലിക്കണും മഗ്നീഷ്യവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട സമുദ്ര തറയും ചേർന്നതാണ് ഏതെന്ന് പറയുന്നത് ഭൂവൽക്കം. സിയാൽ എന്നറിയപ്പെടുന്ന വൻകര തറയും സീമ എന്ന് പറയുന്ന സമുദ്ര തറയുമാണ്. ഇവ രണ്ടും ചേരുന്ന ഭൂവൽക്കം എന്ന് പറയുന്ന ഖരാവസ്ഥയിലാണ്. പക്ഷേ ഈ ഖരാവസ്ഥയിലുള്ള ഭൂവൽക്കം ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, ശരിക്കും പറയണമെങ്കിൽ ചലിക്കുന്ന ഒരു കാഴ്ച പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് കാരണം 100 കിലോമീറ്റർ കനം കഴിയുമ്പോൾ നാം പറഞ്ഞു ഭൂവൽക്കത്തിന് 100 കിലോമീറ്റർ വരെയാണ് കനമുള്ളത് എന്ന് പറഞ്ഞു. വ്യാപ്തി, ആഴം 100 കിലോമീറ്റർ വരെയാണ് ആവറേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാൻഡിലാണ്. മാൻഡിൽ 100 മുതൽ 2900 കിലോമീറ്റർ വരെ വ്യാപ്തിയിലാണ് നമുക്ക് മാൻഡിൽ കാണാൻ കഴിയുന്നത്. ആ മാൻഡിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. മാൻഡിലിനെ ഉപരി മാൻഡിൽ എന്നും, അതായത് ഭൂവൽക്കത്തിന് തൊട്ട് താഴെ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഉപരി മാൻഡിൽ. ഈ ഉപരി മാൻഡിലിന് താഴെയാണ് അധോ മാൻഡിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഭൂവൽക്കം ഖരാവസ്ഥയിലാണ്. ഭൂവൽക്കത്തിന്റെ തൊട്ട് താഴെ കാണുന്ന ഉപരി മാൻഡിലും ഏത് അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഖരാവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാൻഡിലാണ് ഏറ്റവും കൂടുതൽ ഭൂമിയുടെ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കനം ഏറ്റവും കൂടുതലുള്ളത് മാൻഡിലിനാണ്. 2900 കിലോമീറ്റർ വരെ വ്യാപ്തിയിൽ മാൻഡിൽ കടന്നു പോകുന്നുണ്ട്. ആ മാൻഡിലിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഭൂവൽക്കത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഉപരി മാൻഡിലാണ്. ഈ ഉപരി മാൻഡിൽ ഖരാവസ്ഥയിലാണ്. മാൻഡിലിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ സിലിക്കണും മഗ്നീഷ്യവുമാണ്. അതുകൊണ്ട് മാൻഡിൽ സീമ നമുക്ക് കാണാൻ കഴിയുന്നത് മാൻഡിലിൽ ഉണ്ട്. അത് നമ്മൾ എവിടെയും കണ്ടു? സമുദ്ര തറയിലും സിലിക്കണും മഗ്നീഷ്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഈ ഉപരി മാൻഡിലിനെയും ഭൂവൽക്കത്തെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്നു. ഏതിനൊക്കെയാണ്?
ഉപരിമാൻഡിലിനെയും ഭൂവൽക്കത്തെയും ചേർത്ത്. കാരണം ഉപരിമാൻഡിൽ എന്ന് പറയുന്നതും ഖരാവസ്ഥയാണ്, ഭൂവൽക്കം എന്ന് പറയുന്നതും ഖരാവസ്ഥയാണ്. ഈ രണ്ട് ഖരാവസ്ഥയും കൂടി ചേർത്ത് നമ്മൾ വിളിക്കുന്നത് ലിത്തോസ്ഫിയർ എന്നാണ്. ലിത്തോസ്ഫിയർ അപ്പോൾ ദ്രാവക അവസ്ഥയിലാണോ ഖരാവസ്ഥയിലാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ലിത്തോസ്ഫിയർ നമുക്ക് ഖരാവസ്ഥയിലാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെ, അതായത് ലോവർ മാൻഡിൽ തൊട്ടുള്ള ഭാഗം, അധോ മാൻഡിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ഒരു ഭാഗത്ത്, ഭൂമിയുടെ പുറം ഭാഗത്ത് നമ്മൾ കണ്ട ശിലകൾ, പാറകൾ, അത് ദ്രാവക അവസ്ഥയിലല്ല ഖരാവസ്ഥയിലായിരുന്നു. ഖരാവസ്ഥയിൽ കണ്ട ശിലകളൊക്കെ എന്ത് അവസ്ഥയിലാണ് നമുക്ക് അധോ മാൻഡിൽ കാണാൻ കഴിയുന്നത്? അർദ്ധദ്രാവക അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദാറ്റ് ഈസ് ലിക്വിഡ് ഫോമില്. അധോ മാൻഡിലും കോറ്, ഭൂമിയുടെ അകക്കാമ്പിനെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. ഏറ്റവും ഇന്നർ കോറെന്നും ഔട്ടർ കോറെന്നും. ഈ ഔട്ടർ കോറും എന്താണ്? ദ്രാവക അവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നർ കോറ് ഖരാവസ്ഥയിലുമാണ്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞ മാഗ്മ എന്ന് വിശേഷിപ്പിക്കുന്ന തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മാഗ്മ നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ്? ഈ പറയുന്ന അധോ മാൻഡിലും ഔട്ടർ കോറിലുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അധോ മാൻഡിലും ഔട്ടർ കോറിലും ഭൂമിയുടെ പുറം ഭാഗത്ത് നമ്മൾ കണ്ട ശില അർദ്ധദ്രാവക അവസ്ഥയിൽ തിളച്ചു മറിയുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ അടുപ്പത്ത് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു. ആ വെള്ളം തിളച്ചു മറിയുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ഫോഴ്സ്, ഒരു സംവഹന പ്രവാഹം ഉണ്ടാകുന്നുണ്ട്. ഒരു ടെക്ടോണിക് ഫോഴ്സ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ടെക്ടോണിക് ഫോഴ്സ് എന്ത് സംഭവിക്കുന്നുണ്ട്? ലിത്തോസ്ഫിയറിനെ പതുക്കെ പതുക്കെ ക്രാക്ക് വീഴുന്നു. ലിത്തോസ്ഫിയറിൽ പൊട്ടല്, ലിത്തോസ്ഫിയർ അടർന്ന് മാറുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് പാൻജി എന്ന് പറയുന്ന ബൃഹത് വൻകര ഏകദേശം 250 ദശലക്ഷം വർഷങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ അത് പതുക്കെ പതുക്കെ പൊട്ടി പിളരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഈ ഒരു ചോദ്യം ഒന്ന് നോക്കിയേ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ വ്യാപ്തിയിൽ കാണപ്പെടുന്ന മേഖല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്രസ്റ്റ്, മാൻഡിൽ, കോർ, അകക്കാമ്പ്. പഠിച്ചു കഴിഞ്ഞു. ഏതാണ്? ക്രസ്റ്റ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ പാൻജി എന്ന് പറയുന്ന ബൃഹത് വൻകര രണ്ടായിട്ടാണ് പൊട്ടിപ്പിളരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഏതാണ്? ലൗറീഷ്യ എന്ന പേരിലും രണ്ടാമത്തത് ഗോണ്ട്വാന ലാൻഡ് എന്ന പേരിലും രണ്ടായിട്ട് ആര് പൊട്ടിപ്പിളരുന്നുണ്ട്? ഈ പാൻജി എന്ന് പറയുന്ന ബൃഹത് വൻകര പൊട്ടിപ്പിളരുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും ലൗറീഷ്യ ഉത്തരാർദ്ധ ഗോളത്തിലാണോ ദക്ഷിണാർദ്ധ ഗോളത്തിലാണോ, അല്ലെങ്കിൽ ഗോണ്ട്വാന ലാൻഡ് ദക്ഷിണാർദ്ധ ഗോളത്തിലാണോ? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഭൂമിയെ തുല്യ രണ്ട് അർത്ഥഭാഗമായിട്ട് വിഭജിക്കുന്ന ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് 0 ഡിഗ്രി അക്ഷാംശ രേഖ, അല്ലെ? ഈ 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് മുകളിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ വടക്കിനെയാണ് ഉത്തരാർദ്ധ ഗോളം എന്ന് പറയുന്നത്. താഴെ വരുന്നത് തെക്കാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് താഴെ തെക്കാണ്. തെക്ക് വരുന്ന ഭാഗമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദക്ഷിണാർദ്ധ ഗോളം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്കിപ്പോൾ ഗോണ്ട്വാന ലാൻഡ് നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത്? തെക്ക് ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് കാണാൻ കഴിയുന്നത്. 0 ഡിഗ്രി അക്ഷാംശ രേഖയായി ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വടക്ക് ഉത്തരാർദ്ധ ഗോളത്തിലായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ലൗറീഷ്യയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ സ്ഥാന നിർണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാങ്കല്പിക രേഖയാണ്. അതിൽ ഭൂമിയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് 0 ഡിഗ്രി അക്ഷാംശ രേഖ. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഏറ്റവും കൂടുതൽ നീളമുള്ള അക്ഷാംശ രേഖയായിട്ട് നമ്മൾ പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ ഷേപ്പ് നമുക്ക് പരിശോധിക്കുമ്പോൾ ജിയോയിഡ് ഷേപ്പ് ആണ്. നമ്മൾ ഒരു ഗ്ലോബ്, പന്തിന്റെ ആകൃതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭൂമിയുടെ 2 ധ്രുവങ്ങൾ,
അതായത് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും, താഴെയും മുകളും. നമ്മൾ ചപ്പാത്തിക്ക് ഉരുളയൊക്കെ ഉണ്ടാക്കി റൗണ്ട് ഷേപ്പ് ആക്കത്തില്ലേ, അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ മുകളും താഴെ ഒന്ന് താഴ്ന്നു പോവുകയും നടുക്ക് കൊണ്ട് ഇങ്ങനെ കൊടവണ്ടിയൊക്കെ ഇറങ്ങി ഇങ്ങനെ വീർത്തിരിക്കുന്ന ഒരു ഷേപ്പാണ് ഭൂമിയുടെ ഷേപ്പ്. ഒരു ജിയോയിഡ് ഷേപ്പ് ആയിട്ടാണ് നമുക്ക് ഭൂമിയെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ജിയോഡ് ഷേപ്പുള്ള ഭൂമിയുടെ നടുക്ക് കൂടി പോകുന്ന രേഖ, ഇമാജിനറി ലൈൻ, സാങ്കല്പ്യ രേഖയായിട്ടുള്ള ഭൂമധ്യരേഖയാണ് ഏറ്റവും കൂടുതൽ ദൂരം പോകുന്നത്. ഈ 0 ഡിഗ്രി അക്ഷാംശ രേഖയുടെ 0 ഡിഗ്രി അക്ഷാംശ രേഖയുടെ വടക്കൻ ഭാഗത്തായിട്ടാണ് ലൗറീഷ്യയും അതിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഗോണ്ട്വാന ലാൻഡും രൂപം കൊണ്ടു. ഒപ്പം തന്നെ ഇവർക്ക് രണ്ടുപേരുടെ ഇടയിൽ എന്ന് പറയുന്നത് ഒരു തെതിസ് എന്ന് പറയുന്ന സമുദ്രം കൂടി രൂപം കൊള്ളുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. പക്ഷെ പിന്നീട് മുന്നോട്ട് വരുന്ന സമയത്ത് ഈ ഗോണ്ട്വാന ലാൻഡ് ലൗറീഷ്യ വീണ്ടും പൊട്ടിപ്പിളരുന്നുണ്ട്. ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട ബൃഹത് വൻകരയിൽ ഒന്നാണ് സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ. ഈ ആഫ്രിക്ക, ഓസ്ട്രേലിയ ഇവർക്കിടയിൽ ഒരു അഗ്നിപർവ്വത സ്ഫോടനം രൂപം കൊണ്ട് വീണ്ടും ഒരു പ്ലേറ്റ് എന്ന് വെച്ചാൽ ബലകം എന്ന് വെച്ചാൽ ഒരു കരപ്രദേശം രൂപം കൊള്ളുന്നു. ആ കരപ്രദേശമാണ് ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് തൊട്ട് താഴെ ഉത്തരാർദ്ധഗോളത്തിലാണോ? അല്ല. എവിടെയാണ്? ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായി ദക്ഷിണാർദ്ധഗോളത്തിലായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ഇന്ത്യയെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് ഇൻഡോ ആസ്ട്രേലിയൻ ഫലകം എന്ന് നമ്മൾ പറയപ്പെടുന്നത്. ഇൻഡോ ആഫ്രിക്കൻ ഫലകം എന്ന് പറയപ്പെടുന്ന ആഫ്രിക്കയുടെ ഓസ്ട്രേലിയയിലെ ഇടയിലായിട്ട് ഈ പറയുന്ന ആഫ്രിക്കയിൽ കാണുന്ന സസ്യ ജന്തുജാലങ്ങൾ, അന്റാർട്ടിക്കയിലെ മത്സ്യങ്ങളുടെ ഫോസിലുകൾ, ഓസ്ട്രേലിയയിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം, ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെല്ലാം ഒരു കാലഘട്ടത്തിൽ ഒരൊറ്റ പ്രദേശമായിരുന്നു എന്നുള്ളതിന് തെളിവാണ് നമുക്ക് ലഭിക്കുന്നത്. ലൗറേഷ്യ രണ്ടായിട്ടാണ് പൊട്ടിപ്പിളരുന്നത്. ഒന്നെന്ന് പറയുന്നത് യുറേഷ്യ, മറ്റൊന്ന് വടക്കേ അമേരിക്ക. ഇവിടെ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കാം. തെക്കേ അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്ന് തന്നാൽ യൂറോപ്പ് ഇവരെ കൂടെ ചേരത്തില്ല. കാരണം യൂറോപ്പ് എന്ന് പറയുന്നത് ലൗറേഷ്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ വടക്കേ അമേരിക്ക, യുറേഷ്യ എന്നിങ്ങനെ രണ്ടായിട്ട് പൊട്ടിപ്പിളരുകയും ഈ യുറേഷ്യയാണ് പിൽക്കാലത്ത് എന്തായിട്ട് മാറുന്നത്? യൂറോപ്പായിട്ടും അതുപോലെ തന്നെ ഏഷ്യ ആയിട്ട് മാറുന്നത്. കണ്ടോ, നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഏഷ്യൻ വൻകരയുടെ തെക്ക് നടുക്കായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നമ്മൾ കണ്ടു. പക്ഷേ ആ ഇന്ത്യ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഏഷ്യയുടെ 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് താഴെ ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ഇന്ത്യയെ നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഗോണ്ട്വാന ലാൻഡ് ഉത്തരാർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ പ്ലേറ്റ് ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഫലകം, കരപ്രദേശം. സി പറയുന്നത് ലൗറേഷ്യയുടെ ഭാഗമാണ് വടക്കേ അമേരിക്ക. ഡി പറയുന്നു ഓസ്ട്രേലിയൻ ഫലകം പൊട്ടിപ്പിളർന്നാണ് ഇന്ത്യൻ ഫലകം രൂപം കൊണ്ടത്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആദ്യത്തേതാണ്. ഗോണ്ട്വാന ലാൻഡ് ഉത്തരാർദ്ധഗോളത്തിലാണോ? അല്ല. 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് താഴെയാണ് നമ്മൾ ഗോണ്ട്വാന ലാൻഡിനെ കണ്ടത്. താഴെ എന്ന് പറയുന്നത് ഏതാണ്? ദക്ഷിണാർദ്ധഗോളത്തിലായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ഗോണ്ട്വാന ലാൻഡിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ ഫലകം പതുക്കെ പതുക്കെ വടക്കോട്ട് സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അന്റാർട്ടിക്ക തെക്കോട്ട് പോകുന്നു, ഓസ്ട്രേലിയ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങോട്ട് സഞ്ചരിച്ചു? മുകളിലോട്ട്. 0 ഡിഗ്രി അക്ഷാംശ രേഖയും ഭേദിച്ചുകൊണ്ട് വടക്കോട്ട് സഞ്ചരിക്കുകയും ഇന്ത്യ എന്ന് പറയുന്നത് ആരുമായിട്ട് കൂട്ടിമുട്ടുന്നു? ഈ പറയുന്ന യുറേഷ്യയുമായിട്ട്, ഏഷ്യ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന യുറേഷ്യയുമായിട്ട് കൂട്ടിമുട്ടുന്നു. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടുന്നതിന്റെ ഫലമായിട്ട് ഇവർക്ക് രണ്ടുപേരുടെ മാർജിൻ
അതായത് ഇന്ത്യൻ ഫലകത്തിന്റെ ഇടയിൽ ആരുണ്ട്? നമ്മൾ നേരത്തെ കണ്ടു, തെതിസ് എന്ന് പറയുന്ന ഒരു സമുദ്രത്തെ കണ്ടു. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിമുട്ടൽ നടക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഉണ്ടായിരുന്ന തെതിസ് എന്ന് പറയുന്ന സമുദ്രത്തിന്റെ അടിത്തട്ട് കൂടി ഉയർന്നു പൊങ്ങുകയും ഇങ്ങനെയാണ് ഇന്ത്യയുടെയും യുറേഷ്യയുടെയും നടുക്കായിട്ട് ഇന്ത്യയുടെ വടക്കൻ ഭാഗത്തായിട്ട് ലോകത്തിലെ തന്നെ യങ് ആയിട്ടുള്ള യുവത്വ ഘട്ടത്തിലുള്ള ഏതാണ് മടക്ക് പർവ്വതം രൂപം കൊണ്ടിരിക്കുന്നത്. ആരാണ്? ഹിമാലയം എന്ന് പറയുന്ന മടക്ക് പർവ്വതം ഇങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഹിമാലയം ലോകത്തിലെ ഏറ്റവും യങ് റീസെന്റ് ആയിട്ടാണ്, യുവത്വ ഘട്ടത്തിലുള്ളതാണ്. ഏകദേശം 75 ദശലക്ഷം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഹിമാലയം രൂപം കൊണ്ടിട്ട്. ആ ഹിമാലയത്തിലാണ് ലോകത്തിലെ ഉയരം കൂടിയ പീക്ക് കൊടുമുടി നമ്മൾ കാണുന്നത്. ഏതാണ്? മൗണ്ട് എവറസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഏഷ്യയുടെ തെക്ക് ഭാഗത്തായിട്ട്, ഇത് വടക്ക്, ഇത് തെക്ക് അല്ലെ, ഏഷ്യയുടെ തെക്ക് ഭാഗത്തായിട്ട് ഇങ്ങനെ നടുക്ക് ആയിട്ട് സൗത്ത് സെന്റർ എന്ന് നേരത്തെ വിശേഷിപ്പിച്ച ആ രീതിയിലാണ് നമുക്ക് ആരെ കാണാൻ കഴിഞ്ഞത്? ഇന്ത്യൻ ഫലകത്തെ നമുക്ക് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടിമുട്ടൽ സംഭവിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഗോണ്ട്വാന ലാൻഡിൽ നിന്നും അടർന്ന് മാറി വരുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുന്ന ആ ഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമി, മധ്യ ഉന്നതതടം, ഡെക്കാൻ പീഠഭൂമി, തീരസമതലങ്ങൾ ഇവയൊക്കെ ചേരുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അതായത് ദൃഢതയുള്ള അഗ്നിപർവ്വത സ്ഫോടന ഫലമായി രൂപാന്തരപ്പെട്ട ദൃഢതയുള്ള ശിലകളാൽ നിർമ്മിക്കപ്പെട്ട ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമിയാണ് ആരുമായിട്ട് കൂട്ടിമുട്ടിയത്? യുറേഷ്യയുമായിട്ട് കൂട്ടിമുട്ടിയത്. ഇതിന്റെ ഫലമായിട്ടാണ് ഏത് രൂപം കൊണ്ടത്? മടക്കായിട്ടുള്ള ഉത്തര പർവ്വത മേഖല രൂപം കൊണ്ടിരിക്കുന്നത്. ആ ഉത്തരപർവ്വത മേഖലയിലെ ഒരു പർവ്വത നിരയാണ് നമ്മൾ ഏതായിട്ട് പറയുന്നത്? ഹിമാലയമായിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ? കണ്ടോ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? സൗത്ത് ഏഷ്യൻ വൻകരയിൽ തെക്ക് നടുക്കായിട്ടാണ് നമുക്ക് നിലവിൽ ഇന്ത്യയെ കാണാൻ കഴിയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ആരുടെ കൂട്ടത്തിലായിരുന്നു? ഗോണ്ട്വാന ലാൻഡിന്റെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശദമായിട്ട് നോക്കുമ്പോൾ ഏഷ്യൻ വൻകരയിൽ നിന്നും വിഭിന്നമായിട്ടുള്ള കാലാവസ്ഥ, സസ്യ ജന്തുജാലങ്ങൾ എന്നിവ കാണുന്നത് കൊണ്ട് ഇന്ത്യയെ ഒരു ഉപഭൂഖണ്ഡമായിട്ട് പരിഗണിക്കുന്നു. ഏഷ്യയുടെ കാലാവസ്ഥയല്ല നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നത്. ഏഷ്യയിലെ സസ്യ ജന്തുജാലങ്ങളെ ഒക്കെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയുന്നില്ല. ഇന്ത്യക്ക് നൈസർഗികമായ ഒരു വെജിറ്റേഷൻ, സസ്യ ജന്തുജാലങ്ങൾ, ഒപ്പം തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള തനത് കാലാവസ്ഥയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഉപഭൂഖണ്ഡത്തിന്റെ ഒരു ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണെങ്കിലും പക്ഷെ ആ ഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥയോ ആ ഭൂഖണ്ഡത്തിന്റെ സസ്യ ജന്തുജാലങ്ങളോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യ എന്തായിട്ട് വിശേഷിപ്പിച്ചത്? ഒരു ഉപഭൂഖണ്ഡമായിട്ട് വിശേഷിപ്പിച്ചത്. പ്രസ്താവന 1, ഈ ചോദ്യം ഒന്ന് നോക്കി. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രസ്താവന 2 നോക്കൂ. പാമീർ പീഠഭൂമിയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണോ എന്ന് ചോദിച്ചാൽ ആണ് നമ്മൾ പഠിച്ച്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഉപഭൂഖണ്ഡമാണ്. ഭൂഖണ്ഡങ്ങളിലേത് പോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ഇന്ത്യക്കുണ്ട്. വൈവിധ്യമായ ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് വിശേഷിപ്പിച്ചത്? ഉപഭൂഖണ്ഡമായിട്ട് വിശേഷിപ്പിച്ചത്. ഇനി
നമുക്ക് നോക്കാനുള്ളത് പാമീർ പീഠഭൂമിയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും വേർപെടുത്തുന്നത്. ഇവിടെ പ്രസ്താവന 1, 2 ശരിയാണ്. പക്ഷെ നമുക്ക് പാമീർ പീഠഭൂമി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഉപഭൂഖണ്ഡം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ കൂടി നമ്മൾ ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നു. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് നമ്മൾ എന്തായിട്ട് വിശേഷിപ്പിക്കുന്നത്? ഉപഭൂഖണ്ഡങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പാമീർ പീഠഭൂമിയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലകൾ, ദ്വീപുകൾ, ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ കഴിയുന്നുണ്ട്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇവരെ കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുമുണ്ട്. ഇനി പാമീർ പീഠഭൂമി നമുക്കറിയാം, ലോകത്തിന്റെ മേൽക്കൂര എന്നാണ് ആരെ വിശേഷിപ്പിക്കുന്നത്? പാമീർ പീഠഭൂമിയെ വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായിട്ട് കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഈ 3 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് പാമീർ പീഠഭൂമി. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ട് ഇങ്ങനെ മടങ്ങി ഉയർന്നു നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ് ഈ പറയുന്ന പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. പാമീർ നോട്ട്, KNOT നോട്ട് എന്ന് വെച്ചാൽ ജോഗ്രഫിക്കലി ജംഗ്ഷൻ എന്നാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് 3-4 വശങ്ങളിൽ നിന്നും റോഡ് ഇങ്ങനെ പിരിഞ്ഞു പോകുന്നുണ്ട് ഒരു ജംഗ്ഷനിൽ നിന്നുകൊണ്ട്. അതുപോലെ തന്നെ പാമീർ പീഠഭൂമിയിൽ നിന്നും വിഭിന്ന ഡയറക്ഷനിലേക്ക്, വിഭിന്ന ദിശകളിലേക്ക് പർവ്വത നിരകൾ രൂപാന്തരപ്പെട്ട് പോകുന്നുണ്ട്. അതിലൊന്ന് പാമീർ പീഠഭൂമിയിൽ നിന്നും കിഴക്കോട്ട്, ഇങ്ങോട്ട് നമുക്ക് നോക്കുമ്പോൾ കിഴക്കാണ്. ഇത് പാമീർ പീഠഭൂമിയുടെ വടക്ക്, ഇത് കിഴക്ക്, ഇത് പാമീർ പീഠഭൂമിയുടെ പടിഞ്ഞാറ്, ഇത് പാമീർ പീഠഭൂമിയുടെ തെക്ക്. പാമീർ പീഠഭൂമിയിൽ നിന്ന് വടക്ക് കിഴക്കായിട്ട് രൂപാന്തരപ്പെട്ടു പോകുന്ന പർവ്വത നിരയാണ് ഏതെന്ന് പറയുന്ന കുൻലൂൺ പർവ്വതനിരകൾ. ഈ കുൻലൂൺ പർവ്വതനിരകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചൈനയിലാണ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും പടിഞ്ഞാറോട്ട് പോകുന്ന പർവ്വതനിരയാണ് ഏതെന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. പേരെഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഹിന്ദുകുഷ് മലനിരകൾ പാമീർ പർവ്വതക്കെട്ടുകളിൽ നിന്നും വടക്ക് പടിഞ്ഞാറായിട്ടാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ഹിന്ദുകുഷ് മലനിരകളെ കാണാൻ കഴിയുന്നത്. അതേസമയം പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് മുകളിലോട്ട് വടക്കോട്ട് പോകുന്ന പർവ്വതനിരയാണ് ടിയാൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. പാമീർ പർവ്വതക്കെട്ടുകളിൽ നിന്നുമാണ് വിഭിന്ന ഡയറക്ഷനിലേക്ക്, വിഭിന്ന ദിശകളിലേക്ക് വിവിധ പർവ്വത നിരകൾ രൂപാന്തരപ്പെട്ടു പോകുന്നത്. അതിൽ വടക്ക് കിഴക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കുൻലൂൺ പർവ്വതനിരകളും, വടക്ക് പടിഞ്ഞാറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഹിന്ദുകുഷ് മലനിരകളും, വടക്കോട്ട് പോകുന്നത് ടിയാൻഷായുമാണ്. ഈ പാമീർ പർവ്വതനിരയാണ് ഒരു മേൽക്കൂര പോലെ നിന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഒരു വ്യത്യസ്തമായ കാലാവസ്ഥയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത്. പാമീർ പീഠഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാമീർ പീഠഭൂമിയുടെ തെക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏത്? കാരക്കോറം മലനിരകൾ എന്ന് പറയുന്നത്. പാമീർ പീഠഭൂമിയുടെ തൊട്ട് താഴെ എന്ന് വെച്ചാൽ തൊട്ട് തെക്കായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏത്? കാരക്കോറം മലനിരകൾ എന്ന് പറയുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു സംഗതിയുണ്ട്. തന്നിട്ടുള്ളവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഈ കാരക്കോറം മലനിരകൾ എന്ന് പറയുന്നത് പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കാരക്കോറത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് ലഡാക്ക് റേഞ്ചസ് വരുന്നത്. ലഡാക്കിന്റെ തൊട്ട് താഴെയായിട്ടാണ് സസ്കർ മലനിരകൾ വരുന്നത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഇവ 3 എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയൻ മലനിരകളാണ്. ട്രാൻസ് ഹിമാലയത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമുക്ക് ഹിമാലയം മലനിരകൾ കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ പല മലനിരകളാണ്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിമുട്ടലിന്റെ ഫലമായിട്ട് ഇങ്ങനെ അടുക്ക് പോലെയുള്ള മലനിരകളാണ്, മടക്ക് പോലെയുള്ള മലനിരകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ പറയപ്പെട്ടതാണ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് വരുന്നത്. ഉത്തരപർവ്വത മേഖലയെ
ഇനി നമുക്ക് പഠിക്കാനുള്ള ഇന്ത്യൻ ഫിസിയോഗ്രഫിയിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഉത്തരപർവ്വത മേഖലയെ കുറിച്ചാണ്. ഉത്തരപർവ്വത മേഖലയെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ്, ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം. ഇവയെ രണ്ടിനേക്കാളും താരതമ്യേന ഉയരം കുറഞ്ഞ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കിഴക്കൻ മലനിരകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. തന്നിട്ടുള്ളവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. നോക്കൂ, കാരക്കോറം എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ്. ടിയാൻഷാൻ ഭാഗമല്ല, കുൻലുൻ ഭാഗമല്ല, ഹിന്ദുകുഷ് ഭാഗമല്ല. അതുകൊണ്ട് ആരാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്? കാരക്കോറം എന്ന് പറയുന്നത് ആൻസർ ആണ്. കാരക്കോറം ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. ഉത്തരപർവ്വത മേഖലയെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്രയായിട്ട് തിരിച്ചു? മൂന്നായിട്ട് തിരിച്ചു. ഉത്തരപർവ്വത മേഖല നമുക്ക് എവിടെയായിട്ടാണ് കാണാൻ കഴിയുന്ന? പാമീർ പീഠഭൂമിയുടെ തെക്കായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും കാരക്കോറം, ലഡാക്കും സസ്കറും ഇവ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയിൽ ഹിമാലയ പർവ്വതവും, ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് വരുന്ന ഹിമാലയമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തിയായിട്ട് നമ്മൾ പറയുന്ന ഹിമാലയം പർവ്വതവും കിഴക്കേ അതിർത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അരക്കൻ യോമ പർവ്വത നിരയാണ്. അതായത് ഇന്ത്യ, മ്യാൻമാർ ഈ രാജ്യങ്ങൾക്ക് ഇടയിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏതെന്ന് പറയുന്നത്? അരക്കൻ യോമ പർവ്വത നിരകൾ. ഇന്ത്യ, മ്യാൻമാർ ഇതിന്റെ അതിർത്തിയിലായിട്ടാണ് നമുക്ക് ഏത് കാണാൻ കഴിയുന്നത്? അരക്കൻ യോമ പർവ്വത നിരകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അരക്കൻ യോമ പർവ്വത നിരകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അരക്കൻ യോമ പർവ്വത നിരകളിൽ നിന്നും ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ അരക്കൻ യോമ നിരകളിൽ നിന്നും അടർന്നു മാറിപ്പോയ ഒരു ഭാഗമാണ് ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിൽ കാണുന്ന 572 ദ്വീപ സമൂഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു കാലഘട്ടത്തിൽ അരക്കൻ യോമ പർവ്വത നിരകളുടെ ഭാഗമായിരുന്നു. അതുകൂടി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പൊ പടിഞ്ഞാറ് അതിരായിട്ട് ഹിന്ദുകുഷ് പർവ്വത നിരയാണ് വരുന്നത്. അതായത് വടക്ക് പടിഞ്ഞാറൻ അതിരായിട്ടാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗം, പാക് ഒക്കുപ്പൈഡ് കാശ്മീരൊക്കെ കഴിഞ്ഞിട്ടാണ് ഹിന്ദുകുഷ് മലനിരകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീരൊക്കെ തന്നെ ഈ പറയുന്നത് പോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യമാണ് പാകിസ്ഥാൻ. ഗുജറാത്തിന്റെ വടക്ക് തൊട്ട് രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ ഈ സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിപ്പോയ പാകിസ്ഥാനും ഒപ്പം തന്നെ പാകിസ്ഥാനോടൊപ്പം സ്വതന്ത്രം നേടിപ്പോകുന്ന ബംഗ്ലാദേശ് ഈസ്റ്റേൺ പാകിസ്ഥാനായിട്ട് രൂപാന്തരം കൊള്ളുകയും പിന്നീട് ബംഗ്ലാദേശായിട്ട് രൂപം കൊള്ളുകയും ചെയ്ത ബംഗ്ലാദേശും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഹിന്ദുകുഷ് ഇവിടെയാണ് നമുക്ക് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ കാണാൻ കഴിയുന്ന പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഹിന്ദുകുഷ് മലനിരകളും ഇവിടെ ആയിട്ടാണ് നമുക്ക് അഫ്ഗാനിസ്ഥാൻ കാണാൻ കഴിയുന്നത്. ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് എന്തല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ല. നമുക്കറിയാം അഫ്ഗാനിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ഒരു ഡ്രൈ ആറിഡ് ക്ലൈമറ്റ് ആണ്, വരണ്ട പ്രദേശമാണ്. ഇന്ത്യയുടെ നൈസർഗികമായിട്ടുള്ള സസ്യജാലങ്ങൾ ഒന്നും കാണാൻ കഴിയാത്ത ഒരു പ്രദേശമാണ്. അത് യുറേഷ്യയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്ന ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറി. ലഡാക്കുമായിട്ട് ഇന്ന് അതിർത്തി പങ്കുവെക്കുന്നത് ആരാണ്? ചൈന അവിടെ അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ചൈനയുടെ പ്രദേശം എന്ന് പറയുന്നത് ടിബറ്റൻ പ്രദേശമായിരുന്നു. 1959 വരെ ടിബറ്റൻ പൊളിറ്റിക്കൽ റീജൻ പ്രദേശമായത്. 59 ചൈന അറ്റാക്ക് ചെയ്യുകയും ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ഇന്ത്യക്ക് അഭയം കൊടുക്കുന്നു. അതിനെ തുടർന്ന് ഇന്ത്യ ചൈന ഭായി ബന്ധം വഷളാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ. അപ്പൊ ഇന്ത്യയുടെ ലഡാക്കിന്റെ മുകളിൽ വടക്കൻ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ലഡാക്കിന്റെ കിഴക്കൻ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ടിബറ്റൻ പ്രദേശം എന്ന് പറയുന്ന ചൈനയുടെ ഭാഗത്താണ്
പൊളിറ്റിക്കലി നിലവിൽ ഇത് ചൈനയുടെ ഭാഗത്തിരിക്കുന്ന ഈ ഒരു പ്രദേശമാണ്. ചൈന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ല. ടിബറ്റൻ പ്രദേശം ശരിക്കും പറഞ്ഞാൽ യുറേഷ്യയുടെ വടക്കൻ ഭാഗമായിട്ടൊക്കെ വിശേഷിപ്പിക്കുന്നു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു രാജ്യം കൂടിയാണ്. അതിന് കുറച്ചൊരു ബിറ്റ് ഓഫ് ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതും ഒരു ഘടകമായിട്ട് പറയാം. ഒപ്പം തന്നെ ചൈനയുടെ സസ്യ ജന്തു ജാലങ്ങൾ മനുഷ്യർ പോലും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചൈനയെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും അഫ്ഗാനിസ്ഥാനെയും ചൈനയെ എലിമിനേറ്റ് ചെയ്തു. ഇനി നമുക്കുള്ളത് നേപ്പാളാണ്. ഒരു കാരണവശാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല. നേപ്പാളിലാണ് ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമുക്ക് കാണാൻ കഴിയുന്നത്. മൗണ്ട് എവറസ്റ്റ് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമാണ് നേപ്പാള്. ഭൂട്ടാൻ ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ബലകവും യുറേഷ്യൻ ബലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇന്ത്യയുടെ ഈ പറയുന്ന തെക്ക് കിഴക്ക് ഭാഗത്ത് നിന്നും അടർന്നു മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇങ്ങനെ കിടക്കുന്ന മുത്ത്, ഇന്ത്യൻ മഹാസമുദ്രത്തിനെ മുത്തെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആര്? ശ്രീലങ്ക എന്താകുന്നു? യെസ്, ഈ പറയുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. ഒപ്പം തന്നെ മാലിദ്വീപും ഇതുപോലെ അടർന്നു മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറബിക്കടലിന്റെ ഭാഗമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. മാലിദ്വീപും എന്താണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനും ചൈനയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് ഒക്കെ ആയല്ലോ. 5 പേരെ കിട്ടി. ശ്രീലങ്ക, മാലിദ്വീപ്, ഇത് ഇത്രയുമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ട് വരുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ കര അതിർത്തി പങ്കുവെക്കുന്നതിൽ 106 കിലോമീറ്റർ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും അതിർത്തി പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യ ഏറ്റവും കുറവ് കര അതിർത്തി പങ്കുവെക്കുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ല. ചൈന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമല്ല. പക്ഷേ ഇവർ രണ്ടുപേരും ഇന്ത്യയുടെ അയൽക്കാരുമാണ്. ഇതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് നമ്മൾ കണ്ടത്. ആരൊക്കെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഉൽപ്പത്തി, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫലകം ഏത് വൻകരയുടെ ഭാഗമായിരുന്നു, വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യയുടെ സ്ഥാനത്തെ കുറിച്ചാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്